ഞാൻ നിൽക്കുന്നത് മൈജിയിലാണ് കേട്ടോ. അടിപൊളി ഓഫറാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. എന്ത് ആധാരം കൊണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഭയങ്കര ഓഫർ അവിടെ കാണാണ്ട്. ഞാനീ പറഞ്ഞ പോലെ ചെയ്യണം നിർബന്ധമില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് നേരത്തെ ആൾക്ക് വന്നിട്ട് പോയിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി. കാരണം ആളെ ബ്രാൻഡ് അംബാസിഡർ ആയ കാരണം മോഹൻലാൽ ഇവിടേക്കും മഞ്ജു വാര്യർ വേറെ സ്ഥലത്തേക്കും ഇവിടെ ടൗണിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റി, ഓഫറുകൾ കാണാൻ പറ്റി. കൂടുതലായിട്ട് സാധനങ്ങളൊന്നും മേടിച്ചില്ലെങ്കിലും അവിടെ മറ്റുള്ള വലിയ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റി. അത് വലിയൊരു കാര്യമായിട്ട് തോന്നിച്ചു. അതുകൊണ്ട് നിങ്ങളും അവിടെ സന്ദർശിക്കാൻ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഓഫറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം ഗംഭീരമാക്കണം എന്ന് പറഞ്ഞ് സംഗതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വയനാട് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഓരോന്ന് നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ എന്തെന്ന് പറയുക ഉള്ള എമൗണ്ടിന് അവർ ലോണൊക്കെ സംഘടിപ്പിച്ച് തരുന്നുണ്ട്. അത് പരമാവധി സിബിൽ സ്കോറും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് തോന്നിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടേക്ക് എത്തണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 പൈസയിലാണ് അവിടേക്ക് പോയിട്ട് കാര്യമില്ല. വലിയ വലിയ ആൾക്കാർ കളിക്കുന്ന കളി കണ്ടിട്ട് നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ അണ്ടകടകളെ കൂട്ടാ. പക്ഷെ എന്നാലും നമുക്കവിടെ പോയിട്ട് നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്ന സാധനങ്ങളായിട്ട് പോരുന്നോണ്ട് വിരോധമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്വന്തം സോളമൻ മൈജിയിൽ നിന്നും തത്സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാണ്. അടിപൊളി 1.5 ലക്ഷത്തിൻ്റെ അടിപൊളി ഒരു TV ഒക്കെ അവിടെ കണ്ടു. അപ്പോൾ ഓക്കെ, ബൈ.